എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ജൂൺ 1 മുതൽ നിരവധി പുതിയ മാറ്റങ്ങളാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. എല്ലാവരെയും ബാധിക്കുന്ന ഈ മാറ്റങ്ങളുടെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കടക്കാം. ഇതിൽ ആദ്യത്തേത്, രാജ്യത്ത് ജൂൺ 1 മുതൽ ATM വഴിയുള്ള പണമിടപാടുകൾക്ക് പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. UPI ഉപയോഗിച്ചുകൊണ്ട് ATMകളിൽ നിന്ന് QR കോഡ് സ്കാൻ ചെയ്ത് പണം പിൻവലിക്കുന്ന ഇടപാടുകളുടെയും ഇനി മുതൽ ബാങ്കുകൾ പ്രതിമാസം അനുവദിച്ചിരിക്കുന്ന 5 സൗജന്യ ATM ഇടപാടുകളുടെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഈ നിശ്ചിത പരിധി കഴിഞ്ഞുള്ള UPI വഴിയുള്ള ഓരോ ATM പിൻവലിക്കലുകൾക്കും ഡെബിറ്റ് കാർഡുകൾക്ക് ബാധകമായതുപോലെ തന്നെ ബാങ്കുകൾ ഉപഭോക്താക്കളിൽ നിന്ന് പ്രത്യേകം സർവീസ് നിരക്കുകൾ ഈടാക്കുന്നതാണ്. അടുത്ത അറിയിപ്പ്, വ്യാജ പേരുകളും QR കോഡുകളും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന സാമ്പത്തിക തട്ടിപ്പുകൾക്ക് തടയിടുവാൻ UPI പണമിടപാടുകളിൽ വലിയ സുരക്ഷാ മാറ്റം വരികയാണ്. ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമപ്രകാരം ഒരാൾക്ക് പണം അയക്കുമ്പോഴോ QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴോ അവർ ആപ്പിൽ നൽകിയിട്ടുള്ള വ്യാജ പേരുകൾക്ക് പകരം ബാങ്ക് അക്കൗണ്ടിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള പേര് മാത്രമേ ഇനി സ്ക്രീനിൽ തെളിയുകയുള്ളൂ. പണം സ്വീകരിക്കുന്ന ആളുകളുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മുൻകൂട്ടി കണ്ട് ഉറപ്പുവരുത്തുവാൻ സഹായിക്കുന്നതിലൂടെ തെറ്റായിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് പണം പോകുന്നതും UPI വഴിയുള്ള ഡിജിറ്റൽ തട്ടിപ്പുകളും ഒരു പരിധിവരെ തടയുവാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. അടുത്ത അറിയിപ്പ്, പുതിയ ആദായ നികുതി നിയമം 2025, ഇൻകം ടാക്സ് റൂൾസ് 2026 എന്നിവയ്ക്ക് കീഴിലുള്ള ആദ്യ അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ട അവസാന തീയതി ജൂൺ 15 ആണ്. വർഷത്തിൽ 10,000 രൂപയിൽ കൂടുതൽ നികുതി ബാധ്യതയുള്ള വ്യക്തികൾ തങ്ങളുടെ ആകെ നികുതിയുടെ 15% ഈ തീയതിക്കകം തന്നെ നിർബന്ധമായിട്ട് തന്നെ അടച്ചിരിക്കേണ്ടതാണ്. ഈ സമയപരിധി തെറ്റിക്കുന്നവരിൽ നിന്നും പ്രതിമാസം 1% വീതം പിഴപ്പലിശ ഈടാക്കുന്നതാണ്. അടുത്ത മാറ്റം, രാജ്യത്തെ വലിയ സാമ്പത്തിക ഇടപാടുകൾ നിരീക്ഷിക്കുന്നതിൻ്റെയും കള്ളപ്പണ ഇടപാടുകൾ തടയുന്നതിൻ്റെയും ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ പാൻ കാർഡ് നിബന്ധനകൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. പുതിയ നിർദ്ദേശപ്രകാരം ഒരു സാമ്പത്തിക വർഷത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ വഴി 10 ലക്ഷം രൂപയിൽ കൂടുതൽ നിക്ഷേപിക്കുന്നതിനും പിൻവലിക്കുന്നതിനും പാൻ കാർഡ് വിവരങ്ങൾ നൽകേണ്ടത് നിർബന്ധമാണ്. ഇതിനു പുറമെ 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഭൂമി, വീട് തുടങ്ങിയ വസ്തു ഇടപാടുകൾക്കും ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിനും ഇനി മുതൽ പാൻ കാർഡ് നിർബന്ധമായിട്ടും കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ പാൻ കാർഡ് വിവരങ്ങൾ കൃത്യമായിട്ട് സമർപ്പിക്കാതെ ഉപഭോക്താക്കൾക്ക് പുതിയ ഇൻഷുറൻസ് പോളിസികൾ എടുക്കുവാൻ സാധിക്കില്ല എന്ന കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.